മോമോസ് ഇഷ്ടമാണ്. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നാലോ അതിൻ്റെ ആ ഔട്ടർ കവറുണ്ടല്ലോ, അതല്ലേ ബുദ്ധിമുട്ട്. മൈദ കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ റൈസ് പൗഡർ കൊണ്ടുണ്ടാക്കും. റൈസ് ഷീറ്റ്സ് വാങ്ങാനും കിട്ടും. എന്നാലും വേണ്ട, നമുക്കൊരു ക്യാബേജിൻ്റെ ലീഫ് കൊണ്ട് ചെയ്ത് നോക്കിയാലോ. ഇതൊരു ട്രയലാണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് ഫ്ലോപ്പായാൽ നമുക്ക് വേഗം ചപ്പാത്തിയിൽ മിക്സ് ചെയ്തിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ലീവ്സ് എല്ലാം ബ്ലാൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പനീറിൻ്റെ ഫില്ലിംഗാണിത്. കൂടാതെ ഞാൻ ആട്ട കുഴച്ചും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു കട്ടി, ഈ സ്ഥലത്ത് കട്ടി ഉണ്ടല്ലോ, അതൊന്ന് സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫില്ലിംഗ് അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അത് ഫോൾഡിങ് നന്നായിട്ട് ഹോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്കാണ് അതിൽ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് നിറയ്ക്കുകയാണ്. പനീരിൽ ഞാൻ ജസ്റ്റ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അത്ര വെജിറ്റബിൾസും കൂടെ ഇടാം. ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു ട്രയൽ ആയതുകൊണ്ടാണ്. ഇത് ഫെയിലായ ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2-3 ജസ്റ്റ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആക്കി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു പാൻ വെച്ചിട്ട്, ടോസ്റ്റർ പോലത്തെ ഒരു പാനാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗീ പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത ഈ ഒരു ക്യാബേജിൻ്റെ ലീഫും കൂടെ അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ ലീഫ് ബ്ലാൻഡ് ചെയ്യുമ്പോൾ അധികം നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട. കുറച്ച് നേരം അപ്പം തന്നെ എടുക്കും വേണം. ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം എടുക്കാം. ഇനി ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഗ്രില്ലായ പോലെ ആകുമ്പോൾ പുറത്തേക്ക് എടുത്തു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ബാക്കി ഫില്ലിങ് ഞാൻ പനീർ പൊറോട്ടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായില്ലേ. ഇനി ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പാലക്കാടുകാരുടെ സ്വന്തം ചക്കപ്പൊടുത്തുകൾ എന്ന് പറയും. അതായത് ചക്ക, ഇടിഞ്ചക്ക വേവിച്ച് ഉടച്ച് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കടുക് വറുക്കുമ്പോൾ കടലപ്പരിപ്പും തോരപ്പരിപ്പും എല്ലാം ഇട്ട് നന്നായി വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ചതച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചെന്നൈയിൽ നിന്ന് വാങ്ങിയ ചക്ക ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പാലക്കാട് പോയിട്ട് വേണം നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ചക്ക പൊടുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡി. ചീരക്കൂട്ടാനാണ്.